ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ എന്താ പറയുക ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഉണ്ടാവുക വെച്ചാൽ രാത്രി ഉണ്ടാവില്ല കേട്ടോ. രാത്രിക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വേറൊരു പരിപാടി ഉണ്ട്. അപ്പോൾ രാത്രിക്കത്തെ വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഈവനിങ് വരെ ഉള്ളത് വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, തീരെ സുഖമില്ലാതെ പറഞ്ഞാൽ എന്താ ചോദിച്ചു. എങ്ങനെ കാണുമ്പോഴൊന്നും ആൾക്ക് പ്രത്യേകിച്ചൊരു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. 2 ദിവസത്തെ നമ്മളെ നനച്ചുള്ളിപ്പണി കേട്ടോ ഞാൻ ആക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ എൻ്റെ അടിയിൽ തന്നെ കാണാൻ പറ്റും എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്ന് സമയം അങ്ങനെ വയ്യാതായപ്പോൾ അത് നീച്ചു. പക്ഷേ പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് കേട്ടോ, വയ്യാത്തതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സമയം 7:45 കഴിഞ്ഞിട്ടോ. ഇത്രയും നമ്മൾ വൈകലില്ല. മിന്നുതാ അപ്പം ഇവിടെ എത്തും. 8 മണിയാകുമ്പോഴേക്ക് ഓളെത്തും കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവണം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്നത്തത്. കാരണം എന്താ വെച്ചാൽ കറിയൊന്നും ഉണ്ടാക്കാൻ വയ്യ പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയണില്ല കേട്ടോ. വെച്ച് നിൽക്കാൻ തന്നെയെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സ്കൂള് റെഗുലറായിട്ടുള്ള ക്ലാസ് ഒന്നും കൂടി ഉള്ളൂ കേട്ടോ. സാധാരണ പോലെ നമുക്ക് പിന്നെ ഡെയിലുള്ള ദിവസങ്ങളിലാണ്. അത് SLC ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സംഭവം ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. പുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പൂരം വറവ് ഉണ്ടാക്കൂലേ, പുട്ട് നമ്മൾ വറക്കൂലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. പെട്ടെന്നാവുകയും ചെയ്യും. കറിയും വേണ്ട, ചെറിയൊരു മധുരം കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എന്നാൽ അങ്ങനെ അതുണ്ടാക്കണം കേട്ടോ. അതൊക്കെയുള്ള ഉള്ളിയാണ് ഇപ്പോൾ ഞാൻ തൊലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടെ കേട്ടോ. കക്കൊന്നുണ്ടാവും കേട്ടോ. നടക്കാനൊന്നും പോയിട്ടില്ല, കാലുവേദന എന്തോ പറഞ്ഞു അതവിടെ കിടക്കുന്നുണ്ട്. സംഭവം അതൊന്നും അല്ലാന്ന് എനിക്കറിയാം കേട്ടോ. സംഭവം നല്ല കളിക്കുപോയതാണ്. രാത്രി 11 മണി കഴിഞ്ഞിരിക്കണു വന്നപ്പോൾ. അതാണ് ഞാൻ ഇതൊക്കെ ഇനി എളുപ്പമാക്കട്ടെ കേട്ടോ. മിന്നു വരുമ്പോഴത്തേക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. ഉള്ളിയൊക്കെ തൊലി കഴിഞ്ഞ് നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ കട്ട് ചെയ്തിടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊടി ഉതിർത്താനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ കേട്ടോ. പൊടി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതൊക്കെയുള്ള തേങ്ങയും ഒക്കെ അവിടെ സെറ്റ് ആട്ടെ. നമുക്കിത് പൊടി ഉതിർത്ത, അതായത് തനിച്ചെടുക്കുക, ഉള്ളി വാട്ടുക, പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ പൊടിയുടെ റെഡിയായി. ഇതാ ഉള്ളി വറവാവാനായിട്ട് വെച്ചിട്ടോ. ഇതാവട്ടെ. ഇതിവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ ആവട്ടെ. അപ്പോൾ ഇതട്ടോ പൊടിയൊക്കെ നമ്മൾ ഉള്ളി വറവായതിന് ശേഷം ഇത് കിട്ടും. ഇനി ഒരു 5-6 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ചായ എന്തായി നോക്കട്ടെ, അതൊന്നുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് ചെറിയൊരു പണി ആദ്യം ഞാൻ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മളെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ. അപ്പം ഇനി അവിടേക്ക് പോകണ്ട, അപ്പോൾ ഇവിടെ തന്നെ. അതെന്താ വെച്ചാൽ മേലുള്ള നമ്മളെ മല്ലിച്ചപ്പ് ഇല്ലല്ലേ, പൊതിനയിലൊക്കെ നനയ്ക്കാണ്ട് കേട്ടോ. ഇത് വേസ്റ്റ് ഇത് ഒഴിവാക്കട്ടെ. സൗണ്ട് ഇല്ല ഗൈസ്, അതാണ് ഞാൻ പറഞ്ഞ എനിക്കുള്ള പ്രശ്നം. സംഭവം എന്താ വെച്ചാൽ ഇവിടെ തട്ടിക്കൊട്ടി അടിച്ചു വാങ്ങിയതാട്ടോ. പൊടി ഇത് അലർജി ആയതുകൊണ്ട് ചുമ ഇളക്കി സൗണ്ട് പോയി. അതാണ് പ്രശ്നം ഇപ്പം നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെ ചായയും കടി എല്ലാം ആയിട്ടോ. അപ്പോൾ മിനുവിനെയും കാക്കുവിനെയൊക്കെ വെയിറ്റ് ചെയ്തെടുക്കാം.
ഉറപ്പായിട്ടോ ഈ ഒരു സംഭവം ഇവിടെ കൊടുന്ന് വെച്ച കാര്യം ഞാൻ മറന്നത്. അപ്പം അപ്പം ഞങ്ങൾ ഏത് നേരം വെളുത്തേക്കാനും ഇതൊക്കെ തിന്നാൻ പോകും. എനിക്കിഷ്ടമാണ് ഏത് സമയത്തിട്ട് ഞാൻ തിന്നിട്ടോ. അങ്ങനെ ഏത് സംഭവം ഇഷ്ടമല്ലോ ഒന്ന് പറയട്ടോ. നല്ല മധുരമാണ്. മധുരം ഒഴിവാക്കുക മാക്സിമം. നമ്മൾ ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ. പക്ഷെ ഈ ഒരു സംഭവം കിട്ടിയാൽ നമ്മളൊരു മാസത്തെ ചായൻ്റെ ഫലമാണ് കേട്ടോ. അത്രയും മധുരമാണ്. എപ്പോഴൊന്നും ഇല്ല കേട്ടോ. എപ്പോഴും മുന്നേ ഞങ്ങളൊക്കെ ഒരിക്കലും പോവുകയാണെങ്കിൽ ഇത് പോപ്കോൺ അങ്ങനെ എന്തെങ്കിലും മേടിച്ചു. ഓൾക്ക് അധികം ഇഷ്ടം ലേസാട്ടോ. എനിക്കും ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഇഷ്ടം. അത് ഓള് വരുമ്പോൾ തിന്നട്ടെ എന്നല്ല കേട്ടോ. ഓള് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. ഓള് ഇന്നലെ തിന്നുകണു. ഓള് ഇന്നലെ സ്കൂൾക്ക് പോവാതെ ഇവിടെ ഇരുന്ന് ഫുള്ള് സെർച്ച് ചെയ്തിക്കണമെന്നാണ് കേട്ടോ. അതാണ് ഒരു സ്ട്രോബെറി ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഓളെടുത്ത് കഴിച്ചിരിക്കും. ഇത് ഓളെടുത്തിട്ടില്ല. ഓൾക്ക് ഇത് പറ്റിയിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. ഇത്രയും ഞാൻ കഴിച്ചിട്ടോ. ഇത് ഇവിടെ ബാക്കിയാണ്. അപ്പം മെനുവിന് കൊടുക്കാം. കോട്ടൺ ക്യാൻഡി ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴൊന്നുമില്ല കേട്ടോ. എപ്പോഴേലും ഇപ്പം കഴിച്ചിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുന്ന് വെച്ചപ്പോൾ അടുത്ത് കഴിക്കാതെ മാത്രം ഞാൻ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. എപ്പോഴേലൊക്കെ കഴിക്കണം കരുതിയിട്ട്, സ്കൂളില്ലാത്ത സമയത്തൊക്കെ കഴിക്കാമെന്നൊക്കെ ചെയ്തിട്ട്. പക്ഷേ വല്ലാതെ മാറ്റി വെച്ചാൽ സാധനം നമുക്ക് കിട്ടൂല. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണം. അപ്പം ഇത് ഓൾക്ക് മാറ്റി വെച്ചു കേട്ടോ. നമ്മൾ ചായ എടുക്കാൻ ഇരിക്കുക കേട്ടോ. മിന്നുവാ എന്നിട്ടോ ഇത് ചാന കൊടുന്നിരുന്നു കേട്ടോ. വന്നപ്പോൾ പൊരിച്ച പൊറാട്ട. ഞങ്ങൾ ഒരു സമയത്ത് ഞങ്ങൾ സ്കൂൾക്കൊക്കെ പോയിരുന്ന സമയത്ത് ഇത് സംഭവം ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്കൂളിട്ട് വന്നാൽ മേടിക്കും. ചപ്പാത്തി 5 രൂപയായിരുന്നു കേട്ടോ അന്ന് ഈ ഒരു സംഭവത്തിന്. അല്ല എന്താ ആരാ ഞാൻ അടുത്ത വെച്ച കോട്ടൺ ക്യാൻഡി എടുത്ത് തിന്നേ? ആ കുപ്പിത്തെ മുട്ടായി അങ്ങോട്ട് എടുത്ത് തിന്നാൻ പറഞ്ഞു. അപ്പൊ കളറ് പൊടിയിട്ടിയാലോ എൻ്റെ കോട്ടൺ ക്യാൻഡി എടുത്ത് തിന്നാണ്. അപ്പൊ ഞങ്ങൾ ചായ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേട്ടോ അങ്ങനെ ഞങ്ങൾ സ്കൂൾക്ക് പോവാൻ മാറ്റി മുന്നേ പോയിട്ടോ. പിന്നെ ഞാൻ തെറ്റിപ്പോവാണ്. ചെറിയൊരു പ്രശ്നം. അപ്പോൾ തെറ്റിപ്പോയി. ഞാൻ തെറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ഓള് തെറ്റിപ്പോയി. ഇതേട്ടോ നമ്മളെ ബേക്കിലായിട്ട് എവിടെ നമ്മൾ അങ്ങനെ സ്കൂളിലെത്തിട്ടോ. ഇവിടെ തന്നെ കേട്ടോ നമ്മളത് വൈകുന്നേരം വരെ ഇവിടെ അല്ലേ അമ്മീനെ. പിന്നെ നമ്മൾ ലഞ്ചിൻ്റെ ടൈമായിട്ടോ. അപ്പം എന്നാൽ നമ്മൾ നേരത്തെ കഴിക്കുന്നുണ്ട് കേട്ടോ. സ്കൂളിൽ നേരത്തെ വിടണതുകൊണ്ട് തന്നെ കാബേജ് ഉപ്പേരിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടിക്കട്ടോ. ഫുഡ് കഴിക്കൽ കഴിഞ്ഞായിരിക്കും സ്കൂൾ വിട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പോയിട്ടോ. എല്ലാ കുട്ടികളും പോയി. കുറച്ച് കുട്ടികൾ മാത്രമുണ്ട് കേട്ടോ ഇനി പോവാനായിട്ടുള്ളത്. അപ്പോൾ അവരും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പോവാം. അപ്പം അതിനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ. കുറച്ച് കുട്ടികളവിടെ വണ്ടിക്കും ബസ്സിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പകുതി വഴി ബസ്സിന് പോന്നു. ബാക്കി ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പം അങ്ങനെ വീട്ടിൽ എത്തിട്ടോ. ഇനി കുറച്ച് നേരം റെസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ കുളിക്കലൊക്കെ. ഭയങ്കര ക്ഷീണം കഴിച്ചു. ഭയങ്കര വെയിലാണ്. താങ്ങൂല കേട്ടോ. പ്രാവശ്യത്തെ ചൂട് താങ്ങണമെങ്കിൽ ഭയങ്കര പണിയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 2-3 ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യണം. അതൊക്കെ കുളി കഴിഞ്ഞതിന് ശേഷം അപ്പം നമുക്ക് എന്നിട്ട് അതിന് ശേഷം
കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. ഉറങ്ങാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. കിടന്നു. അപ്പം ഞാൻ എന്താ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള പുട്ടുണ്ട് കേട്ടോ, അതും കുറച്ച് ചായ എടുത്ത് കുടിക്കണം. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിവ് വരുന്ന പോലെ തോന്നും. അത് ഈ അലർജിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അത് ശരിക്കും കൊണ്ട് ശ്വാസം എടുക്കാൻ കിട്ടുന്നില്ല കേട്ടോ. കൂടുതൽ നമ്മളിങ്ങനെ സംസാരിച്ചാൽ ചുമ ഇളകും. ആ ഒരു സമയത്ത് ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അപ്പം ഇനിയിപ്പോൾ പറയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ചോറുണ്ട്, കറിയുണ്ട്, ഇനി കൂട്ടാൻ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോക്കാക്കേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.